എന്ത് നല്ല വെള്ളം നോക്കിയാലേ മിനറൽ വാട്ടർ പോലെ തന്നെ ഇരിക്കുന്നില്ല. ഇതിന്റെ ഇത് ടെസ്റ്റ് ചെയ്തിന്റെ റിസൾട്ട് കാണുമ്പോൾ നോക്കിയോളോട്ടാ. നീ കായും കെട്ടി മതി. സൂപ്പർവൈസ് ചെയ്യാൻ കുറെ കുറ്റം പറയാം. ആ ഇടണേലും മുന്നേ ഞാൻ പറയണ്ട കൂടുതലാ എന്നിട്ട് കേൾക്കാണ്ട് തൊള്ളയെ തോന്നിയ പോലെ അതിലും അതൊന്ന് കൊണ്ടുവന്ന് ശരിയും ചെയ്യും. ആ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും പോക്കറ്റിലിട്ടിട്ട് അച്ഛൻ ഒരു വരവ് വന്നും കിട്ടും. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും നല്ല വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഇത്ര നല്ലൊരു റിസൾട്ട് കണ്ടിട്ടില്ല. ഞാനൊരു രഹസ്യം പറയട്ടെ. അറിഞ്ഞോ? അതാര് പറയണു? ഞാൻ പറയുന്നു. എന്തായാലൊക്കെ ആവട്ടെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നത്തെ എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഇതാ ബ്യൂണ് കേട്ടോ. കേട്ടോ നല്ല വലിപ്പം അയാൾ. നമ്മുടെ നോട്ടത്തിൻ്റെ ഫലമാണ് കാണുന്നത്. ഇത് ഇന്നാൾ വെച്ചിട്ടുള്ള മാവും തൈകളാണ്. നല്ല വളർച്ചയാണ്. ഇത് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ള ആളിത് ഇത്രയ്ക്ക് ഉയരായി. അപ്പോൾ ഇതിനൊക്കെ വളങ്ങൾ എന്തിനാണ് ഇട്ട് കൊടുക്കണമെന്ന് അയ്യോ സാരിത പേടിച്ചു തുടങ്ങി ഞാൻ കണ്ടിടുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ വളങ്ങൾ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വയ്ക്കുന്ന ടൈമിൽ എല്ലുപൊടി പിന്നെ ചാണപ്പൊടി കോഴിക്കാട്ടം ഇതൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ ഇടയിലിടയിൽ ഞാൻ കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാണപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടില്ല. കുറച്ച് ആട്ടും കാട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇല്ല ജൈവവളം ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ 3 മാസമായപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ തടം തുറന്നു കണ്ട. ഇതൊക്കെ തുറന്നു. അല്ല അത് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ തുറന്നപ്പോൾ സരിത ചീത്ത പറഞ്ഞു. നീ പറഞ്ഞില്ലേ ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പുല്ല് ഇത്ര ഭംഗിയിൽ പിടിപ്പിച്ചിട്ട് ഇവിടെയൊക്കെ തോന്നിയ പോലെ തുറന്നു കിടക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാന്ന് പറഞ്ഞു. ചീത്ത പറയല്ല, ഞാൻ പറഞ്ഞു ഇതിങ്ങനെ മൂടായിരുന്നു. അപ്പോൾ ഈ പുല്ല് വന്ന് മൂടില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഈ പുല്ലിങ്ങനെ പച്ചപ്പുല്ല് ഇങ്ങനെ എടുക്കുമ്പോഴേ ഇതിൻ്റെ കടയൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കും. അവിടെ ഒക്കെ തുറന്നിട്ടേക്കാം. എല്ലാത്തിനും കട തുറന്നിട്ടേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വളം വാങ്ങിച്ചിട്ട് നമ്മൾ 2 വളങ്ങളാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ആട്ടുംകാട്ടം ഞാൻ കുറച്ച് 10-15 ചാക്ക് വാങ്ങിച്ചിട്ടുണ്ട് കണ്ട. ചാണപ്പൊടിയുടെ അകത്ത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എന്തിനു ചേട്ടാ ആട്ടുംകാട്ടം ഇടുന്നിട്ടുള്ള കടയ്ക്ക് ആട്ടുംകാട്ടം ചേട്ടൻ 2 ദിവസം മുന്നേ ഇട്ട് കൊടുത്തത്. 2 ദിവസം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ 2 ഇട്ട് മൂടണം. പിന്നെ ഇത് എനിക്ക് പറ്റില്ല. എല്ലുപൊടി എത്ര കിലോ വാങ്ങിച്ചു? 10 കിലോ വാങ്ങിച്ചു. ആട്ടുംകാട്ടിന്റെ കടക്കൊക്കെ എടുക്കുന്നുണ്ട് 2-3. അല്ല അത് മൂടും. 10 കിലോ വാങ്ങിച്ചു. 1 കിലോ എല്ലുപൊടിക്ക് 35 രൂപ. അപ്പം 350 എല്ലുപൊടിയും ആട്ടുംകാട്ടം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ മൂടും. ഇതാണ് ഇതിൻ്റെ വളം. അപ്പോൾ ആട്ടുംകാട്ടം നമുക്ക് ജൈവവളമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആട്ടുംകാട്ടം എല്ലുപൊടി ജൈവം തന്നെ. അപ്പോൾ ഒരു 3-4 കാട്ടം ആട്ടുംകാട്ടം ആട്ടുംകാട്ടം പതിയില്ല. ഇതാണ് എല്ലുപൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലുപൊടി ഇതിന് കടക്കാട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ആ പരാതി കണ്ട് തീരുമല്ലോ. ഇനി വേണമെങ്കിൽ കോഴിക്കാട്ടം ഇട്ട് കൊടുക്കാം. പക്ഷേ വളം കൂടുതലോ വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഇതുണ്ട് ഇട്ട് കൊടുക്കണില്ല. ഇതേ വെറുതെ ഒന്ന് മൂട്ടി. മീൻകുളം പറ്റിച്ചില്ലേ? മീൻകുളം കുറേ നാളായിട്ട് പറ്റിച്ചിട്ട് മീൻ അതിലത്തെ വെള്ളം കുറുകുറു വെള്ളമായി. അപ്പോൾ ആ വെള്ളം തന്നെ നല്ല വള. അതൊക്കെ ഇതിൻ്റെ കടക്കിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിൻ്റെ കടഭാഗത്ത് പച്ച കളറിലാണ് കിടന്നോടുന്നത്. കോഴികൾ വെച്ചിട്ട് എടുത്തിട്ടാ. ഇനി ഇതിൻ്റെ മീതെ പുല്ല് ഇങ്ങനെയാണ് വരും. സിമ്പിൾ പരിപാടിന്. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പുല്ലാണ്ട് വരും. ഈ പുല്ല് പടർന്ന് ഇവിടെ കയറും. കണ്ടോ ഇത്രയുള്ള കാര്യം. സമാധാനമായ പുല്ല് പടർന്ന് കയറട്ടെ അപ്പം സമാധാനവും. അത് കയറും. അതുപോലെ വീഴാൻ പോയതാ. ഇതിന് കനുണ്ട്. അതുപോലെ ഇതിന് എല്ലുപൊടി മാവുകൾക്കൊക്കെ ഒരാൾ പറഞ്ഞേ ഞാനാ മറ്റേ ഈ ഫ്രൂട്ടില്ലേ സ്വർഗത്തിലെ ഫ്രൂട്ട് എന്തായാലും പറയാം ഗാഗ് ഫ്രൂട്ട് പൊട്ടിക്കാൻ പോയപ്പോൾ അവിടെ ഇത്രയ്ക്കുള്ള മാവ് ആ മാങ്ങാണ്ടണിയില്ലേ കൊലയായിട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയും ചാണപ്പൊടിയാണ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ചാണപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചാണത്തിൽ വിത്തുകളുണ്ടാവില്ലോ, പുല്ലിൻ്റെയൊക്കെ വിത്തുകളുണ്ട്. അതൊക്കെ ഇതിലേക്ക് മുളച്ച് ഈ നമ്മുടെ ഈ പുല്ലിലേക്ക് പടരും. അതുകൊണ്ട് ചാണപ്പൊടി ഇട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിന് പരാണ് ആട്ടുംകാട്ടം കോഴിക്കാട്ടം. ആര് പറഞ്ഞിട്ട് കൊടുക്കരുതെന്ന്? ആരോ പറഞ്ഞു. ആരാ പറഞ്ഞേ എന്നോട്? അങ്ങനെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
40 മരങ്ങൾക്ക് വളമിട്ട് കൊടുത്ത് ഇത് ശരിയാക്കലാണ് പണി. ഞാൻ തിരിച്ചിട്ടുണ്ടേ. നീ ഒന്നും ചെയ്യണ്ട, നീ കായും കെട്ടി നിന്നാ മതി. സൂപ്പർവൈസ് ചെയ്യാൻ കുറെ കുറ്റം പറയാം, എനിക്കതെല്ലാം അറിയുള്ളൂ. അറിയാവുന്ന പണിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, കുറ്റം പറയലൊന്നുമല്ല, ഇതിൽ നിർദ്ദേശങ്ങളില്ലേ. ഇത് ഈ പറഞ്ഞത് ശരിയല്ല. ഇതിൽ ഭംഗിയാക്കണ്ട. ഇവിടെ ഇത്രയും ഭംഗിയിൽ പുല്ല് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ തുറന്നു കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ? കടയ്ക്ക് മണ്ണില്ലേ? ഇതിൻ്റെ മണ്ണ് ഞാൻ വല്ലയിടത്ത് എടുത്ത് കൊണ്ടുപോയാ? ചേട്ടൻ ഇവിടുത്തെ പുല്ല് മറ്റോ അവിടെ കൊണ്ടുപോയി വെച്ചാ? ആ, കുറച്ച് പുല്ല് ഞാൻ അത് മൂടില്ല എന്ന് വിചാരിച്ചേ. ആ, എനിക്ക് പുല്ല് അടക്കി പിടിച്ചോളും. ഇത് പിടിക്കും, കുറച്ച് ദിവസം പിടിക്കുന്നു മാത്രം. ഇനി 6 മാസം അല്ല, ഇനി ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഇതുപോലെ കട തുറന്നിട്ട് വളമിടും. ഇതേപോലെ തന്നെ മാങ്ങ ഉണ്ടാവുമെന്ന് കാണട്ടെ നമ്മൾ. നിറച്ച് കൂമ്പെടുത്തതാ, കൂമ്പൊക്കെ വെട്ടിയിടാ ഒരു പ്രാണി. ഇപ്പൊ വീണ്ടും അതിൻ്റെ തുമ്പത്ത് ചെറുതായിട്ട് കൂമ്പ് വരുന്നുണ്ട്. ഇത് മാവ് കേട്ടാ. ഇത് നമ്മുടെ ലോങ്ങൻ കേട്ടോ, ലോങ്ങൻ അവന് ഇട്ട് കൊടുക്കട്ടെ. എല്ലുപൊടി ബെസ്റ്റ് സാധനം. ഇട്ട് കൊടുത്താൽ മതി ചേട്ടാ. അത് അധികമൊന്നുമില്ല. വല്ല കുഴപ്പമുണ്ടാവോ എനിക്ക് പേടിയാവാ. ഇതിന് കാട്ടും കൂടിയിട്ടില്ല സ്ഥലത്തെ? ആട്ടും കൂടുതലായിട്ടില്ല. ഞാൻ പറയണ പോലെ ഇങ്ങോട്ട് അനുസരിക്കണം. ഒരാൾ ഇപ്പൊ കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ തിരിച്ച് അത് ഇത് എടുക്കോ? ഇല്ലല്ലോ. ആ ഇടണേല് മുന്നേ ഞാൻ പറയണ്ട കൂടുതലാ എന്നിട്ട് കേൾക്കാണ്ട് തൊള്ളയെ തോന്നിയ പോലെ അതിന്ന് കൊണ്ടുവന്ന് ചെരിയും ചെയ്യും. എന്നിട്ട് പിന്നെ എന്തിനാ ചേട്ടാ എൻ്റെ അടുത്ത് കൂടുതലാണോ എന്നാലും വെറുതെ ചോദ്യം ചോദിക്കണ്ടേ? ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? എല്ലാത്തിനും ഒരു അഭിപ്രായം ചോദിക്കുന്നത് എൻ്റെ ഒരു ശീലമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? മോട്ടർ അടിക്കട്ടെ? ആ, നനച്ചു കൊടുത്തോ. നീ മോട്ടർ അടിച്ചിട്ടേ ഒരു കടക്കിൽ ഒന്ന് നനച്ചു കൊടുത്തോ. എനിക്ക് പണിയില്ലെന്നല്ല, നനച്ചു കൊടുത്തോ. ഞാൻ ഇതിനിടട്ടെ കേട്ടോ. നമ്മളിവിടെ ബോർവെല്ലാണല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മോട്ടർ അടിക്കുമ്പോൾ നല്ല വെള്ളമല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ മനസ്സിലാവില്ല. എൻ്റെ കയ്യിലൊരു ചില്ല് ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നോക്കിയേ, നല്ല വെള്ളമല്ലേ? നല്ല വെള്ളമാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല വെള്ളമല്ല. അപ്പം നമ്മളിവിടെ താമസമായ സമയത്തൊന്നും നമുക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, നമ്മളുടെ വീടിൻ്റെ നമ്മൾ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കില്ലേ, ആ വെള്ളം തിളപ്പിക്കണതിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉന്ത് എന്ന് പറയും ഇവിടെ. ഇതുപോലെ ഇങ്ങനെ ബോള് പോലെ ചെളി, മഞ്ഞ കളറിൽ ചെളിയുടെ കട്ടകൾ നിറച്ച വെള്ളത്തിൽ എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് എനക്കാണ്ട് വെച്ചിട്ട് ഊറ്റിയെടുക്കും. എന്നിട്ട് ആ വെള്ളമാണ് കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടാണ് കുടിച്ചോടുന്ന ആ സമയത്ത്. അങ്ങനെ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വെക്കുമ്പോൾ ആ ചോറിൽ ഇതുപോലെ ചെളി ഉണ്ടാവുമല്ലോ, നമ്മൾ കാണുന്നില്ല. ചോറ് തിളച്ച് കഴിയുമ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലൊക്കെ ഈ ചെളി ഉണ്ടാവില്ലേ? വെള്ളം കുടിക്കാൻ തിളപ്പിക്കണത് മാത്രമാണല്ലോ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റണേ. അപ്പോൾ നമുക്ക് എന്തോരം ചെളിയായിരിക്കും നമ്മുടെ ശരീരത്തിൽ ചെല്ലുണ്ടാവുക. മറ്റിതിൽ കൂടെ കുടിക്കാനുള്ള വെള്ളം മാത്രം ഇങ്ങനെ നമ്മൾ ഊറ്റി എടുക്കുന്നുണ്ട്. കൂട്ടാനിലായാലും ചായ വെക്കുമ്പോഴായാലും ഒക്കെ നമ്മൾ ചെളി എടുത്തിട്ടല്ല, നമ്മൾ നേരെ പാലും വെള്ളവും വെച്ചിട്ട് തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യണം. അപ്പം അങ്ങനെയാണ് ചേട്ടൻ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പല ആളുകൾക്കും ഈ വെള്ളം ടെസ്റ്റ് ചെയ്യണതിനെ കുറിച്ചിട്ട് അറിയില്ല. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല വെള്ളമാണല്ലോ എന്ന് തോന്നും. പക്ഷേ ഈ വെള്ളത്തിൽ സോളിബിളായി ഇങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുള്ള അഴുക്കുണ്ടായിരിക്കും, ഖരമാലിന്യം അങ്ങനെയൊക്കെ പറയും, കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മിനറൽസൊക്കെ എന്താ പറയുക, അയേൺ കണ്ടൻറ്റ് എന്നൊക്കെ പറയില്ല, ഇരുമ്പിൻ്റെ അംശം, അങ്ങനെയുള്ള പല മഗ്നീഷ്യം, അങ്ങനെയുള്ള കുറേ അങ്ങനത്തെ മിനറൽസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ബാക്ടീരിയ, അതായത് കോളിഫോം ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ബാക്ടീരിയകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്ടീരിയകൾ മാത്രം നമ്മുടെ വെള്ളത്തിലുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് ഉപയോഗിച്ചാൽ മതി. കാരണം തിളയ്ക്കുമ്പോൾ ആ ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകുമല്ലോ. അങ്ങനെ അപ്പം നമ്മുടെ വീട്ടിലത്തെ ഈ ബോർവെല്ലായതുകൊണ്ട് ഈ ബോർവെൽ വാട്ടർ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർക്ക് എയറായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല. അത് പിന്നെ ഇപ്പോൾ ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തില്ലേ ഞാൻ, ആ വെള്ളം അങ്ങനെ തന്നെ എനക്കാണ്ട് അവിടെ വെച്ചു. നാളെ എന്നിട്ട് ഈ വെള്ളം എടുക്കുമ്പോഴാണ് ആ വെള്ളം മഞ്ഞ വെള്ളമായിട്ട് ചെളി കലക്കിയ വെള്ളം പോലെ ഇട്ടിരിക്കുന്നുണ്ടാവും. കാരണം ഈ വെള്ളത്തിലത്തെ അഴുക്ക്
ഈ അന്തരീക്ഷവായുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് ഇതിൻ്റെ അഴുക്കുകൾ വേർതിരിയുക. എന്നിട്ട് ആ അഴുക്ക് അപ്പോഴാണ് ഈ മഞ്ഞവെള്ളമായിട്ട് ഇത് മാറുക. അപ്പം അന്ന് ഞങ്ങൾ എന്നിട്ട് അന്ന് വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ആ റിസൾട്ട് കണ്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. നോർമൽ ഇത്രയുണ്ട്, ഒരു വെള്ളത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ മിനറൽസും എല്ലാം വേണം. അപ്പം ഇത്ര അതിൽ പരിമിതിയുണ്ട്, ഇത്രയ്ക്ക് വരെ ആവാന്നുള്ള പരിമിതിയല്ല പരിധി, ഇത്ര വരെ ആവാമെന്നുണ്ടാവും. അതിൻ്റെക്കാൾ എത്രയോ കൂടുതലായിരുന്നു നമ്മളുടെ വെള്ളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും ഇങ്ങനെ വെള്ളം ടെസ്റ്റ് ചെയ്യാം, വെള്ളത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു. ആൾക്കൊരു 5-10 വർഷമായിട്ട് ഇങ്ങനെ വെള്ളം ഇതുപോലെ ശുദ്ധീകരിക്കല്ല, വെള്ളം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആൾ നടത്തുന്നത്. തൃശ്ശൂർ ഒരു ലാബുണ്ട്, നമ്മുടെ പടിഞ്ഞാറോട്ടം തൃശ്ശൂർ. അപ്പോൾ അവിടെ നമ്മളുടെ അടുത്തൊരു വീഡിയോ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ട് ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും അറിയില്ല ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ എവിടെയുള്ള, അങ്ങനെയൊന്നും അറിയില്ല. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു 5 ദിവസം മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വെള്ളം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വെറുതെ ടെസ്റ്റ് ചെയ്തോ, അത് അറിഞ്ഞിരിക്കാമല്ലോ നമ്മുടെ വെള്ളം എങ്ങനെയാണ്, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എങ്ങനെയാണ്, എന്തൊക്കെ അതിലുണ്ടെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്തു. അപ്പോൾ വെള്ളം ടെസ്റ്റ് ചെയ്യണതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളത് ടെസ്റ്റ് ചെയ്യാൻ പോയി, ആ വീഡിയോ കാണാം. നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് എവിടെ കൊടുക്കായാലും മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ പുതിയതൊരെണ്ണം വാങ്ങിക്കുക. ഇത് വാങ്ങിയിട്ട് ഇതിങ്ങനെ പൊട്ടിക്കുക, തുറന്നിട്ട് ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഉപയോഗിക്കണില്ല, ആ വെള്ളം കളയുന്നു. അങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ കളഞ്ഞിട്ട് നമുക്ക് വെള്ളം ഏത് വെള്ളമാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കുഴൽക്കിണറിൽ നിന്ന് നേരെ അടിക്കണ വെള്ളം അത്. ഈ വെള്ളം ഇങ്ങനെ ഈ കുപ്പിയിലേക്ക് നേരെ നിറയ്ക്കുക കേട്ടോ. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ മുന്നത്തെ വല്ല കുപ്പികൾ എടുക്കണതോ പെപ്സിയുടെ അതിൻ്റെയൊക്കെ ബോട്ടിലുകൾ ഉണ്ടാവില്ലേ, അതിലൊന്നും നിറയ്ക്കരുത്. നിറച്ചൊരു ബോട്ടിലെടുക്കണം. നിറച്ചൊരു ബോട്ടിലെടുത്തിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത് ഞങ്ങളിപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ പോവാം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പടിഞ്ഞാറ കോട്ടയിലേക്ക് എത്തിയാണ്. പടിഞ്ഞാറ കോട്ടര സെൻറ്റർ അല്ല, പടിഞ്ഞാറ കോട്ടര സെൻറ്ററാണ് ഇത്. അവിടുന്ന് ഇതിവിടെ ഹൈ ടവർ എന്ന് പറഞ്ഞൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെയാണ് കേട്ടാ 10 കൊല്ലമായിട്ടുള്ള ഈ സ്ഥാപനം ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ശുദ്ധജലം ജലപരിശോധനാ കേന്ദ്രം, വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറി, കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ശാസ്ത്രീയമായി പരിശോധിക്കും. ഒന്നാം നിലയിലാണ് ഈ സ്ഥാപനം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതേ വെള്ളം കുപ്പി എടുത്തിട്ടുണ്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ ശുദ്ധജലം ടെസ്റ്റ് ചെയ്യുന്ന ലാബ്. ശുദ്ധജലം വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറി, കെമിക്കൽ, ബാക്ടീരിയോളജിക്കൽ, കോളിഫോം, ഈ കോളി. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ചെളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. കെമിക്കൽ സോളിഡ്സ്. കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അസിഡിറ്റി, ആൽക്കലിറ്റി, ടോട്ടൽ ഹാർഡ്നെസ്, കാൽസ്യം, മാഗ്നീഷ്യം, ക്ലോറൈഡ്, ഫ്ലോറൈഡ്, കോളിഫോം, ബാക്ടീരിയ, ഈ കോളി, അതൊക്കെ. സൾഫേറ്റ്. വെള്ളം വയ്ക്കുന്നു. ഇത് നമ്മുടെ വെള്ളമാണെന്നുള്ള എൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നു കേട്ടോ. എന്ത് നല്ല വെള്ളം നോക്കിയാലേ, മിനറൽ വാട്ടർ പോലെ തന്നെ ഇരിക്കുന്നില്ല. ഇതിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്തിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നോക്കിയോളൂ കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ എത്ര ദിവസം പിടിക്കും? നമുക്ക് റിസൾട്ട് ഫുൾ ടെസ്റ്റ് ആണ്. ഫുൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ടീരിയോളജി അനലൈസ് ചെയ്യണം. ബാക്ടീരിയ കൾച്ചർ ചെയ്തിട്ട് വേണം കിട്ടാൻ. അപ്പോൾ നമുക്ക് ഉടനടി കിട്ടില്ല. നമുക്ക് മിനിമം 5 ദിവസം എടുക്കും. ഫിസിക്കൽ, കെമിക്കൽ, ബാക്ടീരിയ കൂടി റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 5 ദിവസം കൊണ്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ അത് പെട്ടെന്ന് റിസൾട്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫുൾ ടെസ്റ്റ് ആയിരിക്കില്ല. ഫിസിക്കൽ, കെമിക്കലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് കിട്ടും. ഫുൾ ടെസ്റ്റ് ആണെങ്കിൽ 5 ദിവസം എടുക്കും. നമുക്ക് എന്തായാലും ഫുൾ ടെസ്റ്റ് വേണമല്ലോ, ബാക്ടീരിയയുടെ കൂടി നമുക്ക് അറിയണം. സെപ്റ്റിക് ടാങ്കിന് കണ്ടാമിനേഷൻ, അത് ഇഷ്യൂസ് ഒക്കെ അറിയാൻ പറ്റും. നമ്മളപ്പോൾ ലാബിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇതൊന്നും കാണാം നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഫിസിക്കൽ, കെമിക്കൽ, ബാക്ടീരിയ 3 സെക്ഷനിലായിട്ട് ടെസ്റ്റിങ് വരിക. അപ്പോൾ നമുക്ക് അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫിസിക്കൽ പാരാമീറ്ററിലേക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് വെള്ളത്തിൽ pH കുറവാണ്, കൂടുതലാണ്, അങ്ങനെ pH നോക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതിൻ്റെ പേര് pH മീറ്റർ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു സാമ്പിളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ pH നമുക്ക് കിട്ടും. നമ്മൾ അപ്പം തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ
കാണാൻ പറ്റും. ഒരു സാമ്പിളിൻ്റെ ഈ സാമ്പിളിൻ്റെ pH നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റുകളാണ് നമ്മൾ ലാബിൽ ഉപയോഗിക്കുക. ലാബിൽ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റുകൾക്ക് മാത്രമേ ലൈസൻസ് കിട്ടുള്ളൂ. ഓരോ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമുക്ക് ലൈസൻസ് എടുക്കണം. അപ്പോൾ നമ്മൾ സാധാരണ ടെസ്റ്റിംഗ് കിറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊന്നും ആക്ച്വൽ റീഡിംഗ് അല്ല കിട്ടുക. അപ്പോൾ ഇതിന് നമ്മൾ ഇതിൻ്റെ pH വാല്യൂ ഇത് ഇപ്പോൾ 6.25 ആണ് ഇതിൻ്റെ pH വാല്യൂ. അപ്പോൾ നമ്മളത് അത് സ്റ്റേബിൾ ആവും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവും. പിന്നെ അടുത്ത് വരുന്നൊരു ജസ്റ്റ് ഒരു പാരാമീറ്ററാണ് വെള്ളത്തിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം എത്രത്തോളം കറണ്ട് പാസ് ചെയ്യിപ്പിക്കുന്നു. അതായത് കറണ്ട് കൂടുതൽ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റൽസിൻ്റെ അളവ് കൂടുതലായിരിക്കും വെള്ളത്തിൽ. അപ്പോൾ വെള്ളം ഹാർഡ് വാട്ടർ ആണോ അങ്ങനത്തെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റൊക്കെ നമുക്ക് വേറെ അനാലിസിസുകളുണ്ട്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടുന്ന സെക്ഷൻ ഓഫ് പാരാമീറ്ററുകളാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഈസി എത്ര ഈ വെള്ളത്തിൻ്റെ നോക്കാം. നമുക്ക് ജസ്റ്റ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി കിട്ടും. ഈ വെള്ളത്തിൻ്റെ ഈസിയാണ് 298 എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഈസി. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TDSൻ്റെ നോർമൽ ലെവൽ പറയാം. അത് നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഷീറ്റ് പ്രിൻ്റ് അടിച്ച് കിട്ടും. ആ പ്രിൻ്റ് അടിച്ച് കിട്ടേണ്ട സൈഡിൽ തന്നെ നമ്മൾ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനപ്പുറം കൂടുണ്ടോ കുറയുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഫിസിക്കലി നമ്മൾ വെള്ളം കാണുമ്പോൾ വെള്ളത്തിൻ്റെ കലക്കൊക്കെ ഫീൽ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഈ കലക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുന്ന മെഷീനാണ് ടർബിഡിമീറ്റർ എന്ന് പറയും. ഇപ്പോൾ NTUലെ യൂണിറ്റ് പറയാം. അപ്പോൾ വെള്ളത്തിൻ്റെ കലക്കം എത്രത്തോളം ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൽ ഒഴിച്ചിട്ട് അതിൻ്റെ എത്രത്തോളം വെള്ളം കലക്കുണ്ടെന്ന് ഇതേപോലെ കാണാം. 53. സാധാരണ വെള്ളത്തിന് 0 അല്ലെങ്കിൽ 1 താഴെ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ 60 ഏകദേശം 61 അടുത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളത്തിൻ്റെ കലക്കം. പിന്നെ ഇതാണ് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീനാണ്. ഇത് നമുക്ക് ഇത് കെമിക്കലിൻ്റെ നമ്മൾ ഇരുമ്പിൻ്റെ അംശം നോക്കുക, വെള്ളത്തിലെ ഫ്ലൂറൈഡിൻ്റെ അളവ്, സൾഫേറ്റിൻ്റെ അളവ്, ഫ്ലൂറൈഡ് നമ്മുടെ പല്ലൊക്കെ ദ്രവിച്ച് പോകുന്ന ഒരു ഫ്ലൂറൈഡിൻ്റെ അളവ്. ഇപ്പോൾ നമ്മുടെ ബംഗാളികളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പല്ലിൻ്റെ കറ അവർ ഹാൻഡ്സ് വെച്ചിട്ടാണ് നോക്കും. അല്ല, അവരുടെ അതിൽ ഫ്ലൂറൈഡ് കൂടുതലാണ്. അപ്പോൾ ഫ്ലൂറൈഡ് കൂടുമ്പോൾ പല്ലുമ്പോൾ പോയിട്ട് അത് ബൈൻഡ് ചെയ്തിട്ട് പല്ലിനെ ഡീഗ്രേഡ് ചെയ്ത് കളയും. കാൽഷ്യത്തിന് ഡീഗ്രേഡ് ചെയ്യാൻ കഴിവുള്ള കണ്ടന്റാണ് ഫ്ലൂറൈഡ്. അപ്പോൾ അത് പരിശോധിക്കുന്ന മെഷീൻ ഇതാണ്. ഇരുമ്പിൻ്റെ അംശം നമ്മുടെ കേരളത്തിൽ സംബന്ധിച്ച് ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണ് ഇരുമ്പിൻ്റെ അംശം. ടൈല് കറ പിടിക്കുക. അത് എത്രത്തോളം ഒന്ന് കൗണ്ട് ചെയ്യാൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്ന മെഷീനാണ് ഇത്. പിന്നെ സൾഫേറ്റ് ചില വെള്ളത്തിൽ പൊട്ടം മണം ഉണ്ടായിരിക്കും. എടുക്കുമ്പോൾ തന്നെ ഒരു ചിലപ്പോൾ ചീഞ്ഞ മുട്ടയുടെ മണമൊക്കെ തോന്നും. ചെളിമണ്ണ് ഉണ്ടെങ്കിൽ അതും ഇരുമ്പിൻ്റെ അംശമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതും കണ്ടുപിടിക്കുന്നത് ഈ മെഷീനിൽ തന്നെയാണ്. പിന്നെ നൈട്രേറ്റ്, ഇപ്പോൾ വേസ്റ്റിൽ നിന്ന് ഇപ്പോൾ ചീഞ്ഞ സാധനങ്ങൾ വെള്ളത്തിൽ ലീച്ച് ഔട്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ചെടികൾ ചീഞ്ഞത്, അല്ലെങ്കിൽ ജൈവ വസ്തുക്കൾ ജീർണിച്ചത്, അതൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് സ്പെക്ട്രോഫോട്ടോമീറ്റർ. ഇത് ഉപയോഗിച്ചിട്ടാണ് അനാലിസിസ് ഒക്കെ നടത്തുക. അപ്പോൾ അതിനുള്ള മെഷീനാണിത്. ഇത് നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ലാമിനാർ എയർ ഫ്ലോ ഉണ്ട്. നമ്മുടെ അതായത് ഇതിൽ റിസൾട്ട് സാമ്പിൾ വെക്കുന്നതിന് മുമ്പ് കുറേ പ്രോസസ്സ് ഉണ്ട്. ഹീറ്റ് ചെയ്യണം, കെമിക്കൽസ് ആഡ് ചെയ്യണം. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഇത് ജസ്റ്റ് മെഷീൻ കൊണ്ടുപോയിട്ട് റീഡിങ് കിട്ടില്ല. കിട്ടില്ല. ഇത് അല്ലല്ല നമുക്ക് ഈ മെഷീൻ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉണ്ട്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോയിട്ട് എന്താണെന്ന് മെഷീന് പറഞ്ഞു കൊടുക്കണം. കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ അപ്പോൾ കാലിബ്രേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മളിതൊക്കെ റീഡ് ചെയ്യുക എപ്പോഴും. ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ ബാക്ടീരിയോളജി ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ചെയ്യുക. അത് കണ്ടാമിനേഷനിൽ സെപ്പറേറ്റ് റൂം ആക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ കോളിഫോം ഈ കൊളയൊക്കെ പരിശോധിക്കുമല്ലോ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഇപ്പം നമ്മളിപ്പോൾ വെച്ചത് അല്ല, ഇത് സാമ്പിൾ ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ് ബാക്ടീരിയോളജിക്ക്. ഇപ്പോൾ നമ്മൾ കോളിഫോം ബാക്ടീരിയ ഞാൻ പറഞ്ഞല്ലോ സമയം എടുക്കുന്നത്, ഇൻക്യുബേഷന് സമയം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പോൾ നാളെ റിസൾട്ട് എടുക്കാറായിട്ടുള്ളൂ. അപ്പോൾ കോളിഫോം ബാക്ടീരിയ ഉണ്ടോയെന്ന് കാണിക്കാനുള്ള ഗ്രോത്ത് വന്നിട്ടെന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു എയർ ഗ്യാപ്പ് വരണേണ്ടോ, ബാക്ടീരിയ ജനറേറ്റ് ചെയ്യുന്നതാണ്. ബാക്ടീരിയ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ മീഡിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തള്ളും. അങ്ങനെ എയർ വാക്കം അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് ടെസ്റ്റിങ്ങിൻ്റെ അതിൽ നമ്മൾ സാമ്പിൾ ഒഴിച്ചിട്ട് നമ്മൾ വിളിച്ച് ഇൻക്യുബേറ്റ് ചെയ്യും. 48 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ വളരുള്ളൂ ബാക്ടീരിയ. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അയണിൻ്റെ അപ്പോഴത്തെ പ്രിപ്പറേഷനൊക്കെ അപ്പുറത്തെ റൂമിലാണ്.
ഇൻസ്ട്രുമെൻറ്റുകൾ മാത്രമാണ് ഇവിടെ, പ്രിപ്പറേഷനൊക്കെ അവിടെ നടക്കുക. അവിടുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് മെഷീനിൽ നമ്മൾ സാമ്പിളുകൾ റീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അയണ്ടൊക്കെ നമുക്ക് കളർ വേണമെങ്കിൽ അപ്പുറത്ത് പോയ റൂമിൽ പോയി കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സാമ്പിളുകളാണ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്. അപ്പം നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ പല കളറിൽ വെള്ളങ്ങൾ. ഇത് ഈ പല കളർ കാണുന്നത് പല മിനറൽസിൻ്റെ ഡെപ്പോസിഷനാണ്. ഏത് മിനറലാണ് കൂടുന്നത് ആ കളർ വെള്ളം കാണിക്കും. ഇപ്പോൾ ഇതിൽ അയൺ ആയിരിക്കും, ചിലപ്പോൾ വെള്ള കളറിൽ വരും, അപ്പോൾ വേറെ മിനറലായിരിക്കും. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സോപ്പ് പതിയില്ല ഈ കടലിന്റെ അതിൽ കാൽഷ്യം മാഗ്നീഷ്യം ഹാർഡ്നെസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് കുറഞ്ഞു നിൽക്കുക. പിന്നെയും ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നൈട്രേറ്റിൻ്റെ കണ്ടാമിനേഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ, മെഷീൻ കാണിച്ചല്ലോ. ജനസംഖ്യ കൂടുമ്പോൾ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ലാണ്ടാകുമ്പോൾ നമ്മൾ കിണറിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. ഭൂരിഭാഗം ആൾക്കാരും കിണറിൻ്റെ അടുത്ത് തെങ്ങുണ്ടായിരിക്കും, തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊണ്ടിടും. അത് മൊത്തം മഴ പെയ്യുമ്പോൾ ലീച്ച് ഔട്ട് ചെയ്ത് കിണറിലേക്ക് വരും. അത് ഒറ്റയടിക്ക് വെള്ളം, അതിന് കേരളത്തിലെ വെള്ളമൊക്കെ അസിഡിക്കിൽ നിൽക്കണേ. മെയിൻ ഒരു കാരണം നൈട്രേറ്റ് ആണ്. നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഭൂരിഭാഗം വെള്ളത്തിൽ ഇപ്പോൾ നൈട്രേറ്റിൻ്റെ കണ്ടാമിനേഷൻ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അയൺ ഡയറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ കെമിക്കലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഈ സാമ്പിളാണ് നമ്മൾ ആ കണ്ട മെഷീനിൽ വെക്കുക. അപ്പോഴാണ് നമുക്ക് അയണിൻ്റെ അളവറിയാൻ പറ്റും. അങ്ങനെയാണ് ടെസ്റ്റിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈനുകൾ. പിന്നെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മൾ ഏകദേശം ഒരു 30ഓളം പാരാമീറ്റർ ലൈസൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും നമുക്ക് ആവശ്യമായ പാരാമീറ്റർ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 20 പാരാമീറ്ററിൻ്റെ സെറ്റാണ് നമ്മൾ റിസൾട്ടായിട്ട് കൊടുക്കുക. അപ്പോൾ 5 ദിവസം പിടിക്കും നമ്മുടെ റിസൾട്ട് കിട്ടാൻ. നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, വീണ്ടും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് എത്ര റേറ്റ്? വെള്ളം ടെസ്റ്റ് ചെയ്യാൻ ഫുൾ ടെസ്റ്റിന് 800 രൂപയാണ്. 5 ദിവസത്തെ ഫുൾ ടെസ്റ്റ്, ബാക്ടീരിയ അടക്കമുള്ള ടെസ്റ്റ്, കെമിക്കൽ ബാക്ടീരിയ, അത് മൂന്നിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റും. 5 ദിവസത്തിനുള്ള റിസൾട്ട് കിട്ടും. സാധാരണ ടെസ്റ്റിന് എത്ര പൈസ? അപ്പോൾ ബാക്ടീരിയ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് 600 രൂപയാണ്. പക്ഷെ ബാക്ടീരിയ അറിയണമല്ലോ, ബാക്ടീരിയനെ അറിയണം, അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന്റെ സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാണ് ബ്ലൈസ് കേട്ടാ. എവിടെ വീട്? അതിൻ്റെ വീട് കോലഴിയാണ്. കോലഴിക്കാരനാണ്. അപ്പോൾ നമ്മുടെ ഇതിപ്പോ ഒരു പരസ്യം എന്നല്ല, ആളുകൾക്ക് ഒരു ബോധവൽക്കരണം കൂടിയിട്ടുള്ളതാണ്. അപ്പൊ വെള്ളം നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ? എപ്പോഴും വെള്ളം ടെസ്റ്റ് ചെയ്തോ? നമ്മൾ ഈ ആശുപത്രിയിൽ കാശ് കൊണ്ടൊന്നും നടക്കണ്ടല്ലോ. നമ്മള് ഓരോ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ എന്തോരം പൈസ കൊടുക്കുന്നു. ഈ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം നല്ലതാണെന്ന് ഉറപ്പുവരുത്തി നമുക്ക് ആരോഗ്യം തക്കാം. ഏറ്റവും നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അത് ശുദ്ധജലം, ഇതിന്റെ പേര് പോലെ തന്നെ ശുദ്ധജലം ആക്കണമെങ്കിൽ ഇത് ഇവിടെ ടെസ്റ്റിംഗ് മാത്രമല്ല. അപ്പോൾ നമ്മൾ 5 ദിവസം മുന്നേ അവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അതിൻ്റെ റിസൾട്ട് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ അവർ റിസൾട്ട് അയച്ചു തരും. നമുക്കിത് വേണമെങ്കിൽ മറ്റേ പേപ്പറിലായിട്ട് വേണമെങ്കിൽ കിട്ടും. അവിടെ നിന്ന് ഇല്ല, നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പേപ്പറിൽ നമുക്ക് റിസൾട്ട് ആക്കി തരുന്നതായാലും ഇതായാലും സംഭവം തന്നെ അവിടെ വരെ പോകണമെന്നില്ല. പിന്നെ നമുക്ക് വാട്സപ്പിൽ അവർ മെസ്സേജ് ഇന്ന് എൻ്റെ റിസൾട്ട് വന്നതാട്ടാ. അപ്പോൾ അതിൻ്റെ ഇത് സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിലിപ്പോൾ മെയിനായിട്ട് എന്തൊരു കളറ്, ഓർഡർ, അതായത് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ഫൗൾ സ്മെല്ലുണ്ടാവും. ഈ കുഴൽക്കിണർ വെള്ളമുള്ളവർക്ക് അറിയാൻ പറ്റും, വെള്ളത്തിനൊരു പൊട്ട സ്മെല്ലുണ്ട്. അത് 5 വരെ എഗ്രിയബിൾ ആണ്, 5 വരെ നമുക്ക് സഹിക്കാം. പക്ഷെ നമ്മുടെ വെള്ളത്തിന് 7 ചില സമയത്ത് മോട്ടർ അടിക്കുന്ന സമയത്ത് പൊട്ട മണം നമുക്ക് തന്നെ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ മണമില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് 7, അല്ലെങ്കിൽ ഈ 7 എന്നുള്ളത് 70 ആയിരിക്കും ചിലപ്പോൾ. ആ പൊട്ട സ്മെല്ല് വരണ സമയത്തുള്ള വെള്ളമാണ് നമ്മൾ എടുത്തതെങ്കിൽ. പിന്നെ എന്താണ് ഓർഡർ ടർബിഡിറ്റി 1 വരെ പാടുള്ളൂ. അതിന് നമുക്കുള്ളത് 13.3. ഈ ടർബിഡിറ്റി ചെളിയാന്ന് തോന്നുന്നു. അത് പിന്നെ ഇരുമ്പിന്റെ കൂടുതലുണ്ട് നമുക്ക്. അതുപോലെ അങ്ങനെ പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ മിനറൽസ് നോക്കുകയാണെങ്കിൽ അസിഡിറ്റി, ആൽക്കലൈനിറ്റി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിൽ അയേണിൻ്റെ കണ്ടൻറ്റ് നമുക്ക് കൂടുതലാണ്. 1 വരെ ആവാം. നമുക്ക് 2.17 ഉണ്ട്. ഇപ്പോൾ ഇത് ഭയങ്കര മഴക്കാലത്തൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെളിയിലംശം കൂടുതലായിരിക്കും. അതെ, അയൺ കണ്ടന്റ് കൂടുതൽ വരും. പറഞ്ഞു വരുമ്പോൾ തന്നെ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചാൾ കഴിഞ്ഞാൽ കിഡ്നി അടിച്ച് പോകുക. അത്ര തന്നെ നേരെ കുടിക്കുകയാണെങ്കിൽ ആണോ? ആവാം. പിന്നെ മെയിനായിട്ടും കോളിഫോം ബാക്ടീരിയ, ഈക്കോളി ബാക്ടീരിയ ആണ്. അത് നമ്മുടെ വെള്ളത്തിൽ ആബ്സെൻ്റ് ആണ് കാണിക്കണേ. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അന്ന് ടെസ്റ്റ് ചെയ്തതിൽ അതുണ്ടായിരുന്നു 200 എണ്ണം അങ്ങനെ എന്തോ ആയിരുന്നു അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പം ഇല്ല. അത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനായിട്ട് ഇഷ്ടമല്ല. തൊട്ട് വീടുകളായ കാരണം ഈ വെള്ളം നിങ്ങളുടെ വീട്ടിലത്തെ വെള്ളം പൊട്ട വെള്ളമാണെന്ന് പറഞ്ഞിട്ട്
ഓരോന്ന് പറയും. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ട് ഞാൻ വരള്ളൂ അവിടേക്ക്, അങ്ങനെയൊക്കെ കല്യാണത്തിന് മുന്നേ ഫോൺ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനത് വീട്ടിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അച്ഛനോട് അമ്മോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയും അവരവിടുത്തെ വെള്ളം ടോപ്പ് വെള്ളം എന്ന് പറയും, ശുദ്ധജലം. എന്നിട്ട് എന്തിട്ടുണ്ടായെന്നറിയോ, നമ്മളിവിടുത്തെ വെള്ളം ഈ ഞാൻ പറഞ്ഞില്ലേ അന്ന് ടെസ്റ്റ് ചെയ്തു. അന്ന് ടെസ്റ്റ് ചെയ്ത് എവിടെയായിരുന്നു ടെസ്റ്റ് ചെയ്ത്? കിഴക്കമ്പാട്ടുകര ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. അപ്പം അന്ന് എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മളുടെ റിസൾട്ട് വീട്ടിൽ കാണിച്ചപ്പോൾ അച്ഛൻ ഭയങ്കര ചിരിയായിരുന്നു. കാരണം അതിൽ ഈ കോളിഫോം ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയ ഒക്കെ അതിൻ്റെ പ്രസൻസ് ഉണ്ട് ആ റിസൾട്ടിൽ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലത്തെ കിണറ്റിലത്തെ വെള്ളം അച്ഛൻ കൊണ്ടുപോയിട്ട് ഇതേ സ്ഥലത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്ത റിസൾട്ടും പോക്കറ്റിലിട്ടിട്ട് അച്ഛൻ ഒരു വരവ് വന്നു ഇങ്ങോട്ട് ചേട്ടനെ കാണിക്കാൻ. അതിൽ ഈ അഴുക്കില്ല, വെള്ളം എല്ലാം പെർഫെക്റ്റ്, ഒക്കെ വെള്ളത്തിൽ എന്താണോ ആവശ്യമുള്ളത് അതെല്ലാതും അടങ്ങിയിട്ടുള്ള നല്ല വെള്ളം. പിന്നെ ഈ ഈക്കോളി ബാക്ടീരിയയും കോളിഫോം ബാക്ടീരിയയും ഇല്ല, അത് ആബ്സെൻറ്റ് വെള്ളത്തിൽ. എന്നിട്ട് അച്ഛൻ പറയാം, ആ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ ആൾ ചോദിച്ചു തന്നു, നിങ്ങൾക്ക് ഈ വെള്ളം മെഡിക്കൽ കോളേജിന് കൊടുത്തൂടെ, അവിടെ രോഗികൾക്ക് ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് ഈ വെള്ളം ഉപയോഗിക്കാമെന്ന്. അങ്ങനെ വരെ ചോദിച്ചു അത്രയ്ക്കും പരിശുദ്ധമായ വെള്ളം. ഇങ്ങനെ അയാളുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും നല്ല വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് ഇത്ര നല്ലൊരു റിസൾട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നു. കാരണം ചേട്ടൻ നമ്മുടെ വീട്ടിൽ ഇവിടുത്തെ ഭയങ്കര നല്ല വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇതിൽ മറ്റേ കോളിഫോമും ഈ കോളിയും ഉണ്ട്, അവിടെ അതൊന്നുമില്ല ടൗണായിട്ട് അങ്ങനെ. പക്ഷെ ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്തതിൽ ഇതൊന്നും ഇല്ല കേട്ടാ. അതും ഇവിടെ ഈ ചുറ്റുപാടത്തൊന്നും വീടുകളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല എന്ന് അന്നും നമ്മൾ വിചാരിച്ചേ. പക്ഷെ അന്ന് ടെസ്റ്റ് ചെയ്തതിലുണ്ടായിരുന്നു അത്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ മിനറൽ വാട്ടറിന്റെ പുതിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് അതിലൊന്നും അല്ല വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്ന ഏതോ ഒരു പെപ്സി കുപ്പിയിലാണോ അതോ എന്തുട്ടോ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് കൊണ്ടുകൊടുക്കുക ചെയ്തത്. ചിലപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അതിൽ ഓൾറെഡി ബാക്ടീരിയകൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ടായിരിക്കും അന്നത്തെ റിസൾട്ടിൽ അത് വന്നിട്ടുണ്ടാവാം. അപ്പൊ പുതിയ മിനറൽ പുതിയ ബോട്ടിലാവുമ്പോൾ അത് സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ബോട്ടിലായിരിക്കും. ആ വെള്ളത്തിൽ ഈ ബാക്ടീരിയ ഉണ്ടാവില്ല. അപ്പൊ ആ വെള്ളത്തിൽ ആ കുപ്പിയിൽ വേണട്ടോ നമ്മൾ കൊണ്ടുപോകാൻ. ഞാനൊരു രഹസ്യം പറയട്ടെ. പറഞ്ഞോ. സാരിധാരച്ചൻ പോണ വഴിക്ക് വേറൊരു കടയിൽ നിന്ന് ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വെള്ളം ചെരിച്ച് കളഞ്ഞ് മെട്രോ ആശുപത്രിയിൽ അവിടെ വെച്ച് ചെരിച്ച് കളഞ്ഞിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് കൊണ്ടുപോയി റിസൾട്ട് അടിച്ചെടുത്തത്. അതാര് പറയണു? ഞാൻ പറയുന്നു. ചേട്ടൻ എന്തിട്ടാണ് പറഞ്ഞൂടെ? നമ്മള് വെള്ളത്തിൽ എന്തിട്ടെങ്കിലും കുഴപ്പങ്ങളുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്റെ അച്ഛൻ അങ്ങനെ ചെയ്യൂ, എന്നെ കാണിക്കാൻ. റിസൾട്ട് കിട്ടിയിട്ട് റിസൾട്ട് ഇങ്ങനെയാണെന്ന് കണ്ടപ്പോഴാണ് അച്ഛൻ അതും കൊണ്ടുവന്നാലേ അച്ഛൻ ഇങ്ങോട്ട് ഈ ഡസ്റ്റിക്ക് വന്നില്ല. എന്തായാലൊക്കെ ആവട്ടെ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം അല്ല. അപ്പൊ പറയാമെന്ന് എനിക്കറിയില്ലേ. അല്ല, വെള്ളം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവരെത്തി പോവാം. പൈസ പറഞ്ഞില്ലേ 850 രൂപയാണ്. എത്ര? 850 രൂപയല്ലേ റേറ്റ്? 800 രൂപ. 800 രൂപയാണ് റേറ്റ്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അന്ന് തൊട്ടിട്ട് 15 ദിവസത്തേക്ക് 25% കിഴിവിൽ വെള്ളം അവിടെ ടെസ്റ്റ് ചെയ്യാം. 200 രൂപ കിഴിവുണ്ട്. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കിട്ടുക. വേറെ ഗവൺമെന്റ് ലാബിലൊക്കെ അതിനേക്കാളും കൂടുതലാണ്. അറിയില്ല ഈ മുഴുവൻ ടെസ്റ്റുകൾക്കും ചെയ്യണമെങ്കിൽ കേട്ടോ, ഈ 3 ടെസ്റ്റും ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതൊരു ബോധവൽക്കരണം കൂടിയിട്ടാണ് നല്ലത്. അതായത് ആളുകൾക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും നല്ലതായിരിക്കണമല്ലോ. അത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുകൊടുക്കുന്ന കാശിൻ്റെ ഒരു നിസ്സാരമായ പൈസ മതി നമുക്ക് ഈ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. എന്താ ശരിയല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് തുടരട്ടെ.